നിജേഷ്, താങ്കൾ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇപ്പോൾ സജീഷ് പറഞ്ഞതെന്താണ്, 26-ന് സംഭവം ഉണ്ടാകുന്നു, 29-ന് അതായത് ഇന്നലെയാണ് പരാതി വരുന്നത്, FIR ഇടുന്നത്, പരാതി വരുന്നത്. അതിനുശേഷം ഇന്ന് ആ കേസിൽ ആ പറഞ്ഞ പ്രിൻറ്റു മഹാദേവ് എന്ന BJP പാനലിസ്റ്റ് പോലീസിൽ കീഴടങ്ങി. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റ് ഉണ്ടാകുന്നു. ഇന്നലെ നിയമസഭയിൽ ഈ വിഷയങ്ങളിലേക്ക് നിങ്ങൾ സ്പർശിച്ചിട്ടേയില്ല. കേരളത്തിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ വിഷയമാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന് സർക്കാർ അത് ചർച്ച ചെയ്യുകയും ചെയ്തു. അത് ഇന്നായാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസമായാലും അവതരിപ്പിച്ച് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്നലെ കോൺഗ്രസ്സിന് കൊണ്ടുവരാമായിരുന്നു. ഇതിനർത്ഥം കോൺഗ്രസ് ഇതിനെ ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട വിമർശനം കേട്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ വാർത്താ സമ്മേളനവും മറ്റും നടത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തിടുക്കത്തിൽ ഈ വിഷയത്തെ അടിയന്തര പ്രമേയമായി ഇന്ന് അവതരിപ്പിക്കേണ്ടി വന്നു എന്നതുകൊണ്ടല്ലേ ഈ വിമർശനം നേരിടേണ്ടി വന്നത്? പോട്ടെ, രണ്ടാമത്തെ കാര്യം, 26-നുണ്ടായ സംഭവത്തിൽ താങ്കൾ പറഞ്ഞാൽ ഒരുപാട് പ്രതിഷേധം നടന്നു എന്നാണല്ലോ പറഞ്ഞത്. സജീഷ് ചോദിച്ച പോലെ താങ്കൾ പങ്കെടുത്ത സമരത്തിൻ്റെ ചിത്രങ്ങളും വിവരങ്ങളും താങ്കൾ ഫേസ്ബുക്കിലും മറ്റും ഇട്ടിട്ടുണ്ടോ? മാത്രവുമല്ല, മാധ്യമങ്ങൾ എത്ര ഗൗരവത്തിൽ അത് റിപ്പോർട്ട് ചെയ്തേനെ. അങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാത്തൊരു സമരമാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയത്, കോൺഗ്രസ് നടത്തിയത്? ഞാൻ വിചാരിച്ചു സജീഷൊക്കെ പഴയ നേതാവെന്ന നിലയ്ക്ക് രാവിലെ പത്രമൊക്കെ വായിക്കാറുണ്ടെന്നും സ്വന്തം അങ്ങാടിയിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാറുണ്ട് എന്നൊക്കെയാണ്. സജീഷ് ഇന്നലെ പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബന്ധമുള്ള ആളുകളോട് വിളിച്ചു ചോദിക്കാം. അതെ, ഇന്നലെയാണ് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ എല്ലാ 280 ഇടത്ത് പ്രകടനങ്ങൾ നടത്തിയത്. ഇന്നലെ നമ്മൾ മണ്ഡലം കമ്മിറ്റികൾ 26-ന് രാത്രി. എന്റെ ശരത്തെ, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ ഞാൻ ചിരിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് നേരത്തെ CPM-ന്റെ നേതാവ്. ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് BJP-യുടെ പ്രതിനിധി ഒരു പരാമർശം നടത്തുന്നു. അവിടെ വെച്ച് തന്നെ കോൺഗ്രസിന്റെ പ്രതിയും വാർത്താ അവതാരികയും അതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നു. അന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും കോൺഗ്രസ്സുകാർ പ്രതിഷേധം പറയുന്നു. പിറ്റേ ദിവസം കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. അതിനടുത്ത ദിവസം ഞങ്ങൾ പരാതി കൊടുത്ത് നേരത്തെ സ്വമേധയൊക്കെ കേസെടുത്ത കേരളത്തിലെ പോലീസല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു. പരാതി കൊടുത്തതിന് ശേഷം ഈ 26-ന് രാത്രി ഉണ്ടായ സംഭവത്തിൽ 27, 28 കഴിഞ്ഞ് 29-ന് ഒരു പരാതി കൊടുക്കാൻ ശരത്ത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം, ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് നടപടിയെടുക്കാത്ത നയത്തിനെതിരെയാണ്. യഥാർത്ഥത്തിൽ അതാ ഞാൻ പറഞ്ഞത്, 27-ന് പരാതി കൊടുക്കാം, 26-ന് രാത്രി പരാതി കൊടുക്കാം, എന്നാലും 2 ദിവസമുണ്ട്, സർക്കാരിനെതിരെ ആരോപിക്കാം. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഇന്നലെ തന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവരാം. അതാണ് ഞാൻ ചോദിച്ചത്. രാഹുൽ ഗാന്ധി സ്വയം ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ, ദേശീയ തലത്തിൽ ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ തിടുക്കത്തിൽ കൊണ്ടുവന്നതാണോ ഇന്നത്തെ ഈ അടിയന്തര പ്രമേയം? അങ്ങനെ വിമർശനമുണ്ട്. ശരത്തിനോട് ഞാൻ വളരെ ലളിതമായിട്ട്, സജീഷ് കുറെ നേരം സംസാരിച്ചു, ഒരു ഘട്ടത്തിൽ പോലും ശരത്ത് ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും എന്തിനാണ് ശരത്തിന് ധൃതി? 1 മണിക്കൂറില്ലേ ആൻസർ ചെയ്യേണ്ടത് കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഈ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഈ തീയതികൾ വളരെ ക്രൂഷ്യലാണ്. ശരത്ത് എന്നെ വിളിച്ചു വരുത്തിയത് ഇതിനും അല്ല. ശരത്തെ, ഞാൻ ലളിത ഒറ്റ ചോദ്യം നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ആ രാഷ്ട്രീയ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ്. എന്നിട്ടും നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഇടപെട്ടോ? അതാണ് ചോദ്യം. പറഞ്ഞോളൂ. ശരത്തെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? നിജേഷിനാണ് അസഹിഷ്ണുത, എനിക്കല്ല. ഞാൻ പറയുന്നത് ശരി, ഞാൻ മിണ്ടിയില്ല. ശരത്ത് പറയാൻ അനുവദിക്കില്ല. ഞാൻ ശരത്തിനോട് പറയുന്നത് അതല്ല ശരത്തെ, അത് ശരിയാണ്. ശരത്തെ, നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ ചർച്ച ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് അവതാരകൻ എന്ന നിലയ്ക്ക് സജീഷിന് സമയം കൊടുക്കുകയും സജീഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ വിഷയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് സഞ്ചരിച്ച് പോയിട്ടും അതിന്റെ എല്ലാ വിഷ്വൽസും വളരെ നേരത്തെ കേന്ദ്രീകരിച്ച് വെച്ചതുപോലെ ശരത്ത് എന്ത് ചോദ്യം ചോദിക്കുമെന്നും CPM പ്രതി എന്ത് മറുപടി പറയുമെന്നും അതിനെന്തെല്ലാം വിഷ്വൽസ് വേണമെന്നും നേരത്തെ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച് എനിക്കൊരു പരാതിയുമില്ല. അവരുടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു പരാതിയുമില്ല. എന്റെ മറുപടി നോക്കൂ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഇതിലെ തീയതികൾ പ്രധാനമാണ്. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തണുപ്പൻ സമീപനം എടുത്തു? ഇത്രയേ ഉള്ളൂ ചോദ്യം.
ശരത്തൊരു കാര്യം കേൾക്കാം. ഒന്നുകിൽ എന്റെ മറുപടിക്ക് 1 മിനിറ്റ് ഇത് മറുപടി പറഞ്ഞോളൂ. 60 സെക്കൻഡ്, കേവലം 60 സെക്കൻഡ് മിണ്ടാതിരിക്കാൻ ശരത്തിന് പറ്റും. 60 സെക്കൻഡ് മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ സമരം, ഇന്നത്തെ അടിയന്തര പ്രമേയം കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാത്തതിന് എതിരെയായിരുന്നു. നിങ്ങൾക്ക് ഈ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെയൊക്കെ ചെയ്തതുപോലെ 3 വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തതുപോലെ ഇതിന് അനുമതി കൊടുക്കാമായിരുന്നു. ഏതോ ഒരു നേതാവ് ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഗൗരവമുള്ള കാര്യമല്ല എന്ന് ഇന്ന് കേരള നിയമസഭയിൽ പറഞ്ഞത് സ്പീക്കർ ശ്രീ എൻ ഷംസീർ ആണ്. ഏതോ ഒരു നേതാവ് ഏതോ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ സ്പീക്കറാണ്. ഞങ്ങൾക്ക് അതിനെതിരെ പ്രതിഷേധമുണ്ട്. ഇത് ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവല്ല, BJPയുടെ ഔദ്യോഗിക വക്താവ് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ കൊലപ്പെടുത്തും എന്ന അർത്ഥം വെച്ചുകൊണ്ട് സംസാരിച്ചാൽ കോൺഗ്രസിന് പ്രതിഷേധം വേണ്ട, CPM-ന് പ്രതിഷേധം വേണ്ടേ, ഈ സ്പീക്കർക്ക് പ്രതിഷേധം വേണ്ടേ? നാളെ നമുക്ക് പറയണ്ടേ കേരള നിയമസഭയാണ് ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ ഒരു BJP പ്രതിനിധി പറഞ്ഞ സമയത്ത് നടപടിയെടുത്തത് ഞങ്ങളാണ് എന്ന് പറയണ്ടേ? അത് പറയാനുള്ള ഒരു അവസരമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? പിന്നെ രാഹുൽ ഗാന്ധി പ്രതിഷേധം നടത്തുന്നു, അത് കണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുക, അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രതിഷേധിക്കേണ്ട ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് പേടിച്ച് പിറകോട്ട് പോകാനില്ല. നിങ്ങൾക്ക് BJP-യോട് എന്തെങ്കിലും രീതിയിലുള്ള മമതയുണ്ട് എങ്കിൽ അത് നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ. എന്റെ ചോദ്യം ഇത്രയും വിശദീകരിച്ചതുകൊണ്ട്, കാരണം 27, 28 തീയതികളിൽ നിജേഷ് അരവിന്ദ് എന്ന കോൺഗ്രസ് നേതാവ് സമരങ്ങളിൽ പങ്കെടുത്തോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ വിസിബിളായ സമരങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ഇനി നോക്കൂ, ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്ന നിലയിൽ ഒരു നിമിഷം, ലോക്സഭാംഗത്വം റദ്ദാക്കുന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആ കേസ് മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിശക്തമായ നിലയിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു ചേരിയിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ CPM ആകട്ടെ വളരെ ശക്തമായ കണ്ടന്റ് വെച്ച് വിമർശിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ നിലയിൽ ആരെങ്കിലും കേരളത്തിൽ ഒരു പുരോഗമന മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇതിനെ എതിർക്കുമോ? ആരെങ്കിലും ഈ തരം പ്രവണതയെ അനുകൂലിക്കുമോ? ഇല്ല, ഒരിക്കലും അനുകൂലിക്കില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഏറ്റെടുക്കാൻ എന്തേ വൈകി? ആ ചോദ്യത്തിന് ഉത്തരം നിജേഷ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ദിവസങ്ങളുടെ ആ ഒരു ലാഗ് ഉണ്ടല്ലോ, അത് കൺവിൻസിംഗ് അല്ല. എന്റെ ചോദ്യം തിരിച്ച് അതേ ചോദ്യമാണ് ശരത്തെ. കോൺഗ്രസ് ചെയ്യുന്നില്ല, വേണ്ട, കോൺഗ്രസ് ചെയ്യുന്നില്ല, കോൺഗ്രസ് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഭരണപക്ഷം ആഭ്യന്തരമന്ത്രി എടുത്തു പറയണ്ടേ, ഞങ്ങൾ BJP നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതല്ലേ 29 കേസ്, 29 കേസ്, ഇന്നലെ കേസ് കൊടുക്കുന്നു, ഇന്നലെ കേസ്, ഇന്ന് അറസ്റ്റ്. ശരത്ത് സ്പീക്കർ പറഞ്ഞതിനെ അനുകൂലിക്കുന്നുണ്ടോ? ശരത്ത് സ്പീക്കർ പറഞ്ഞതിന് ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവ് പറഞ്ഞതാണ് എന്ന് സംഷീർ എന്ന സ്പീക്കർ പറഞ്ഞതിനെ ശരത്ത് എന്ന മാധ്യമ പ്രവർത്തകൻ രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പരാതി കൊടുത്തത്, അതുതന്നെ വൈകി എന്ന ആ ഗുരുതരമായ വിമർശനത്തെ ശരിവെക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം ഇന്ന് ഇപ്പോൾ പ്രിന്റു മഹാദേവ് എന്ന BJP നേതാവ് കീഴടങ്ങി കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ വാർത്തകളിൽ കണ്ടു, ഇയാളെ തിരക്കി, പ്രിന്റുവിനെ തിരക്കി പലയിടങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഇന്നത്തെ പ്രധാന വാർത്തയായിരുന്നു. വൈകുന്നേരം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിയമസഭയ്ക്കകത്ത് വരുന്ന അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു നേതാവ് എന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണോ ബഹുമാന്യനായ കേരളത്തിൻ്റെ സ്പീക്കർ പറഞ്ഞത്? അല്ല, ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവ് എന്നാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ല പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അല്ലേ അവിടെ പരാമർശം? സ്പീക്കർ അനുമതി കൊടുക്കുകയും ഞാൻ പറഞ്ഞത് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല പറഞ്ഞത്, സമയം കൊടുക്കുകയും നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരത്ത് ഇവിടെ കാണുന്നത്.